കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സഭകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഞങ്ങളിപ്പോഴും ഫോളോ ചെയ്യുന്നത് ബൈബിള് മാത്രമാണ്. കൊന്ത ചൊല്ലുന്നു അല്ലെങ്കിൽ വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങൾ നേരിട്ട് ഈശോയോട് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അവരുമായിട്ട്? ഹൂ ഈസ് ദ ഹെഡ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് ചർച്ച്? ഇത് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് സഹോദരങ്ങളോട് കലഹിക്കാനോ അവരെ ഇകഴ്ത്താനോ അല്ല. പുതിയ നിയമം ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞോടാ ഒരു ഡയറി എടുത്തടാ, ഞാൻ പറയുന്നതൊക്കെ എഴുതിയെടുത്തേ, കുറച്ച് കഴിയുമ്പോൾ ആവശ്യം പറഞ്ഞോ? ഇല്ല. നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്തിനാണ് വചനം എഴുതിയത്? വി ആർ നോട്ട് ഫോളോവേഴ്സ് ഓഫ് എ ബുക്ക്, വി ആർ ഫോളോവേഴ്സ് ഓഫ് എ പേഴ്സൺ. ഈശോയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, പുസ്തകത്തെ അല്ല. അപ്പൊ കത്തോലിക്കർ ഇനി പകച്ചു പോകരുത്. പെട്ടെന്ന് നമ്മളോടൊന്ന് ചോദിക്കുവാനല്ലേ ബൈബിളിലെവിടെയാ? ഇതിപ്പോ നമ്മുടെ ഇടയിൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്ത് പറഞ്ഞാലും ബൈബിളിലെവിടെയാ? അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? വിശ്വാസത്വമാണോ? കത്തോലിക്ക സഭ 24 സഭകൾ ഒരേ വിശ്വാസമാണ് ഏറ്റു പറയുന്നത്. ബൈബിളിലൂടെ ഇവിടെയാണ് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് ചർച്ചസും കത്തോലിക്ക സഭയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ. നമ്മൾ കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ ഓർക്കണം, ആ സമയത്ത് കാത്തലിക് ഓർത്തഡോക്സ് ഡിവിഷൻ നടന്നിട്ടില്ല. അപ്പോൾ അപ്പസ്തോലിക് ചർച്ചസ്. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. പാരമ്പര്യം പ്രധാനപ്പെട്ടതെന്ന് ബൈബിളിലൂടെ കിടക്കുന്നു. വചന മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക.